എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പോകുന്നത് പയ്യാമ്പലം ബീച്ചിലേക്കാണ് കേട്ടോ. പോണ വഴിക്കൊരു പാർക്കുണ്ട്, നമ്മളവിടെ കയറിയില്ല. അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് പോവുകയാണ്. അവിടുത്തെ ഒരു സ്കൈ വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് ഞാൻ കുറേ പിക്സ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ കാണും കേട്ടോ. പിന്നെ എത്തുന്നതിന് മുമ്പ് ഉള്ള ഒരു ഒരു എന്താ പറയുക, വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് ഇവിടെ. ഒരു ക്ലിഫ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. അപ്പോൾ അവിടെ കുറച്ച് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പയ്യാമ്പലം ബീച്ചിൽ പ്രധാനപ്പെട്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അന്തരിച്ച എന്താ പറയുക, രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലൊക്കെ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് പേരുടെ സ്മൃതി മന്ദിരങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ മുൻ മുഖ്യമന്ത്രി കെ നായനാർ, എം വി രാഘവൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സഖാക്കന്മാരുണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ പ്രതിഭ തെളിയിച്ചിട്ടുള്ള ഒരുപാട് പേരുടെ, സുകുമാർ അഴീക്കോടിൻ്റെ, അങ്ങനെ കുറേ പേരുടെ സ്മൃതി മന്ദിരങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അത് ഞങ്ങളത് അങ്ങനെ നടന്നിട്ട് കുറച്ചൊക്കെ കണ്ടു. നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ സ്മൃതി മണ്ഡപത്തിൻ്റെ മുമ്പിൽ നിന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കുകയുണ്ടായി. പണ്ട് അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വന്നതായിട്ട്. അച്ഛനൊക്കെ ആയിട്ട് സൗഹൃദം ഉണ്ടായിരുന്നു, എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അന്ന് ചായക്ക് പലഹാരം കൊടുക്കാനില്ലാതെ കായ വറുത്ത് കൊടുത്ത കഥയൊക്കെ അമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങളൊന്ന് ചുറ്റി നടന്ന് കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബീച്ചിലേക്ക് പോയത്. ഇതാണ് നായനാരുടെ സ്മൃതി മണ്ഡപം കേട്ടോ. അതിന് മുമ്പിൽ നിന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. നായനാരെന്ന് പറയുന്ന ഒരു ദീപ്തമായ ഓർമ്മയാണല്ലോ നമ്മുടെയൊക്കെ മനസ്സിൽ, അല്ലേ? അപ്പോൾ മുഴുവൻ കാണാനൊന്നും നമുക്ക് അത്ര സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് അധികം നടന്നിട്ടില്ല. എൻട്രൻസിൽ തുടക്കത്തിൽ തന്നെയാണിത്. അതിന് ശേഷം നമ്മൾ ബീച്ചിലോട്ട് പോയി. ബീച്ചിലെ സ്കൈ വ്യൂ അപാര ഭംഗിയായിരുന്നു കേട്ടോ. ആ കളേഴ്സ് ഇങ്ങനെ ഡിഫറെൻ്റായിട്ട് ഇങ്ങനെ മാറി മാറി വരുന്നത് നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചു ഞങ്ങൾ. വെള്ളത്തിലൊക്കെ കുറച്ച് നേരം നിന്നു. അങ്ങനെ നമ്മൾ പ്രത്യേകിച്ചൊന്നും അവിടെ പയ്യാമ്പലം ബീച്ചിൽ കാണാനായിട്ടൊന്നുമില്ല. കാണാനെന്ന് പറഞ്ഞാൽ ഈ സ്മൃതി കുടീരങ്ങളൊക്കെയാണ് അവിടെ കാണാനുള്ളത് പ്രധാനമായിട്ട്. പിന്നെ അവിടുത്തെ ഒരു എന്താ പറയുക, സൺസെറ്റ്, ആ ഒരു വ്യൂ ഒക്കെ നല്ലതായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് മഴക്കാറുള്ളത് കൊണ്ട് സൺസെറ്റ് ശരിക്കും നല്ല വിസിബിൾ ആയിരുന്നില്ല. പക്ഷേ ആകാശത്തിൻ്റെ ആ നിറപ്പകർച്ച വളരെ ഭംഗിയായിരുന്നു. അതൊക്കെ ഞാൻ കുറേ ക്യാമറയിൽ പകർത്തി. എൻ്റെ ക്യാമറ കേടുവന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മൊബൈലിലാണ് എടുത്തത്. നല്ല ക്ലിയർ ആയിരിക്കില്ല, എങ്കിലും അതെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ അത്യാവശ്യം കുറേ സ്നാപ്സൊക്കെ എടുത്തു. അപ്പോൾ കണ്ണൂർ വരുമ്പോൾ, കണ്ണൂർ ഒരു പ്രധാന ആകർഷണ കേന്ദ്രമാണ്, ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രം തന്നെയാണ് പയ്യാമ്പലം ബീച്ച്. കുറേ സംഗതികൾ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്കധികം സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ബീച്ച് വ്യൂ മാത്രമേ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്. അപ്പോൾ കണ്ടു.